ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ചിടിയാ കി ബച്ചി എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ചിടിയാ കി ബച്ചി ഇത് എഴുതിയിരിക്കുന്നത് ജൈനേന്ദ്രകുമാറാണ്. അദ്ദേഹം ഇതിൽ മാധവ്ദാസ് എന്ന വ്യക്തിയും പിന്നെ ഒരു കുഞ്ഞു പക്ഷിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, മാധവ്ദാസ് ने अपनी संगमरमर की नई कोठी बनवाई है. മാധവ്ദാസ് എന്ന വ്യക്തി ഈ മാർബിളൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ബംഗ്ലാവ് തന്നെയാണ് പണിയിപ്പിച്ചിരിക്കുന്നത്. ഉസ്കെ സാമനെ ബഹുത് സുഹാവന ബഗീച്ച ഭി ലഗ്വായ. അതിൻ്റെ മുമ്പിലാണെങ്കിലോ വളരെ സുന്ദരമായ, സുഹാവന എന്ന് പറഞ്ഞാൽ സുന്ദർ ബഗീച്ച അല്ലെ, ഭംഗിയുള്ള ഒരു പൂന്തോട്ടം തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. उनको कला से बहुत प्रेम है, धन की कमी नहीं है और कोई व्यसन छू नहीं गया है. അദ്ദേഹത്തിനാണെങ്കിലോ കലാപ്രേമിയാണ്, വളരെ വലിയ കലാപ്രേമിയാണ്. പിന്നെ കാശിൻ്റെ പണത്തിൻ്റെ ഒരു കുറവുമില്ല. അതുമാത്രമല്ല, അതും ഒരു വ്യസനവും ഒരു ദുഃഖവും തൊട്ട് പോയിട്ടില്ല, അതായത് ഒരു വിഷമവും ഇല്ല. സുന്ദർ അഭിരുചിക്ക് ആദ്മി ഹെ, നല്ല ഭംഗിയുള്ള ഹോബീസ് അല്ലെ, വളരെ നല്ല നല്ല ഹോബീസുള്ള ആളാണ്, അഭിരുചിയുള്ള ആളാണ്. ഫൂൽ പौधे रकाबियों से हौज़ों में लगे फव्वारों में उछलता हुआ पानी उन्हें बहुत अच्छा लगता है. फूल पौधे അതായത് പൂക്കളും ചെടികളും, പിന്നെ रकाबियों से हौज़ों में लगे ഫവ്വാറോ മേ ഉച്ചൽത്താ ഹുവ പാനി. അതായത് ഇവിടെ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സോസർ പോലത്തെ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും വരുന്ന ഫൗണ്ടെയിൻ അല്ലേ, അത് ആസ്വദിക്കുകയാണ് മാധവ്ദാസിൻ്റെ ഹോബി. അതായത് റക്കാബി എന്ന് പറഞ്ഞാൽ സോസർ, ഹോസ എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ പോർഷൻ, ഫവ്വാരെ ഫൗണ്ടെയിൻ. അപ്പോൾ അതിൽ നിന്നും ഉച്ചൽത്താ ഹുവ പാനി ഉന്നെ ബഹുത് അച്ഛാ ലഗ്താ, അതിൽ നിന്നും ചാടി ഇങ്ങനെ പുറത്തു വരുന്ന ആ വെള്ളം അല്ലേ. സമയ ഭി ഉൻകെ പാസ് കാഫി ഹെ, വളരെയധികം ആവശ്യത്തിനുള്ള സമയമുള്ള മനുഷ്യനാണ് അല്ലേ. കാഫി സമയ ഭി ഹെ. और शाम को जब दिन की गर्मी ढल जाती है, വൈകുന്നേരം ആകുമ്പോൾ ആ ചൂടൊക്കെ ഇങ്ങനെ കുറയും, വെയിലിൻ്റെ ആ ചൂട്, ഗർമി ढल जाती है और आसमान कई रंग का हो जाता है. ആ സമയത്ത് ആകാശം എങ്ങനെയായിരിക്കും, വളരെയധികം കളർഫുൾ ആയിരിക്കും. അതായത് ഓറഞ്ചും റെഡും അല്ലേ, ചെറിയൊരു ബ്ലൂയിഷൊക്കെ ആയിട്ട് ഇങ്ങനെ കളർഫുൾ ആയിരിക്കും. आसमान कई रंग का, കുറേ കളേഴ്സ് ഉള്ളതായിരിക്കും. तब कोठी के बाहर चबूतरे पर तख्त डलवाकर मसनद के सहारे व गलीचे पर बैठते हैं और प्रकृति की छटा निहारते हैं. ആ സമയത്ത് മാധവ്ദാസ് എന്താ ചെയ്യുക, വൈകുന്നേരമാവുമ്പോൾ നല്ല ഭംഗിയുള്ള ആ ക്ലൈമറ്റ് ആസ്വദിക്കാനായിട്ട് ബംഗ്ലാവിൻ്റെ പുറത്ത് അല്ലേ, ചബൂത്തരെ പർ, ആ വരാന്തയിൽ തഖ്ത് ഡൽവാക്കർ, നല്ല പരവതാനിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട്, എന്താണ് മസ്നദ് കെ സഹാര, ഒരു കുഷണൊക്കെ വെച്ചിട്ട്, അതായത് ഇങ്ങനെ നീളത്തിലുള്ളതും സ്ക്വയറും ഒക്കെ ഈ ദിവാൻ പോലെ ഇട്ടിട്ട് അല്ലേ, ഡൽവാക്കർ മസ്നദ് കെ സഹാരെ വ ഗലീച്ചെ പർ ബൈഠത്തെ, നല്ല കട്ടിൽ പോലത്തെ ഒരു ബെഞ്ചിന് പോലത്തെ അങ്ങനത്തെ സ്ഥലത്ത് ഇരിക്കും. എന്നിട്ട് അത് ദിവാൻ അല്ലേ, അതന്നെ അതിട്ടിട്ട് ഓർ പ്രകൃതിക്ക് ഛട്ടാ നിഹാർത്തെ, അങ്ങനെ പ്രകൃതി ആസ്വദിക്കും, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കും. അത് നേച്ചേഴ്സ് ബ്യൂട്ടി അല്ലേ. പ്രകൃതിക്ക് ഛട്ടാ നിഹാർത്തെ, നിഹാർന എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, നോക്കി ആസ്വദിക്കുക. ഇൻമേ മാനോ ഉൻകെ മൻ കോ തൃപ്തി മിൽത്തി ഹെ, അതിലെന്തോ മാധവ്ദാസിന് തൃപ്തി കിട്ടും, സന്തോഷം കിട്ടും. മിത്ര ഹുവേ തോ ഉൻസെ വിനോദ് ചർച്ച കർത്തെ ഹെ, നഹി തോ पास रखे हुए फर्शी हुक्के की सटक को मुंह में दिए ख्याल ही ख्याल में संध्या को स्वप्न की भांति गुजार देते हैं. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സ് വരികയാണെങ്കിൽ, ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ എന്താ ചെയ്യുക, വിനോദ ചർച്ചയിൽ ഏർപ്പെടുക, അതായത് കളിയും തമാശയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. നഹി തോ പാസ് രഖേ ഹുവേ ഫർഷി ഹുക്കെ, അതായത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ താഴെ വെച്ചിരിക്കുന്ന ആ ഹുക്കയില്ലേ, ഹുക്കയും ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ആ ട്യൂബും വായിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അതും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചിന്തയിൽ മുഴുകുക, ഖയാൽ ഹി ഖയാൽമേ, ചിന്തയിലോട്ട് ഇങ്ങനെ മുഴുകിയിരിക്കുക. സന്ധ്യാക്കോ സ്വപ്ന കി ഭാന്തി ഗുസാർ ദേത്തെ, സന്ധ്യാസമയത്ത് ഇങ്ങനെ സ്വപ്നം എന്ന പോലെ എങ്ങനെയോ ടൈം ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോകും. ഗുസാർ ദേത്തെ, ചെലവഴിച്ചു പോകും അല്ലേ. ആജ് കുച്ച് ബാദൽ ഥേ, ഇപ്പോൾ
എന്താണ് പറയുന്നത്, ആ സമയത്ത് എന്താണ് സിറ്റുവേഷൻ, കുറച്ച് എന്താണ് മേഘങ്ങൾ കാണുന്നുണ്ട്. ഘട്ട ഗഹരി നഹി തീ, ഘട്ട എന്ന് പറഞ്ഞാൽ ഈ മേഘങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുക, അതായത് മഴക്കാറൊന്നും ഇല്ല. ഗഹരി നഹി തീ, ധൂപ് കാ പ്രകാശ് ഉന്മേ സെ ഛൻ ഛൻ കർ ആ രഹാ താ. അപ്പോൾ ആ വെയിൽ, ചെറിയ വെയിൽ അടിക്കുന്നുണ്ട്, വൈകുന്നേരമല്ലേ, അപ്പോൾ ഛൻ ഛൻ കർ ആ രഹാ താ, ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട്. മാധവ്ദാസ് മസ്നദ് കെ സഹാരെ ബാഠേ തേ, മാധവ്ദാസ് ആണെങ്കിലോ ആ കുഷൻ്റെ സപ്പോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉനെ ജിന്ദഗി മേ ക്യാ സ്വാദ് നഹി മിലാ ഹെ, എന്താണ് മാധവ്ദാസിന് കിട്ടാതെയുള്ളത്, എല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു. പർ ജി ഭർക്കർ ഭി കുച്ച് ഖാലി സാ രഹതാ ഹെ, മനസ്സ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്നിട്ടും എന്തോ ഒരു കുറവ് മാധവ്ദാസിന് തോന്നുമായിരുന്നു. उस दिन संध्या समय उनके देखते देखते सामने की गुलाब की डाली पर एक चिड़िया आन बैठी. അപ്പോൾ ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അവിടെ റോസിൻ്റെ ചെടിയിൽ ഒരു പക്ഷി വന്നിരുന്നു, ഒരു കുഞ്ഞു പക്ഷി. चिड़िया बहुत सुंदर थी, उसकी गर्दन लाल थी और गुलाबी होते होते किनारों पर ज़रा ज़रा नीली पड़ गई थी. അപ്പോൾ ചിടിയ നല്ല ഭംഗിയുള്ള പക്ഷിയായിരുന്നു. അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ റെഡ് കളറും പിന്നെ പിങ്കിഷ് ഗുലാബി ഹോത്തെ ഹോത്തെ, പിന്നെ ഇങ്ങനെ സൈഡിലോട്ട് അരികിലോട്ട് വരുമ്പോഴേക്കും ചെറുതായിട്ട് നീലി പടുകയെത്തി, അപ്പോൾ നീല കളറും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭംഗിയെ പറ്റി, അത് എത്ര ഭംഗിയുള്ളതായിരുന്നു ആ പക്ഷി എന്നാണ് പറയുന്നത്. പങ്ക് ഊപ്പർ സെ ചമക്ദാർ സ്യാത്തെ, ചമക്ദാർ സ്യാ എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന കറുപ്പ് നിറം അല്ലേ. പങ്ക് ഊപ്പർ സെ, അതായത് ചിറക് മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല തിളങ്ങുന്ന കറുപ്പ് നിറവുമായിരുന്നു. उसका नन्हा सा सिर तो बहुत प्यारा लगता था और शरीर पर चित्र विचित्र चित्रकारी थी, നല്ല ചെറിയ തലയായിരുന്നു, നല്ല ക്യൂട്ട് തോന്നുന്നുണ്ടായിരുന്നു. और शरीर पर चित्र विचित्र चित्रकारी थी, നല്ല വിചിത്രമായിട്ടുള്ള ചിത്രകാരി ഉണ്ടായിരുന്നു. അതായത് അത് നല്ല സുന്ദരമായിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പക്ഷിയായിരുന്നു. चिड़िया को मानो माधवदास की सत्ता का कुछ पता नहीं था और मानो तनिक देर का आराम भी उसे नहीं चाहिए था. അപ്പോൾ ആ ആ പക്ഷിക്കാണെങ്കിലോ മാധവദാസിൻ്റെ അവിടുത്തെ ആ ഭരണത്തെപ്പറ്റി, സത്ത എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ്, ആ മാധവദാസിൻ്റെ എന്താണ് ആ സ്ഥലമാണ് എന്നൊന്നും അറിവില്ലല്ലോ പക്ഷിക്ക്. അപ്പോൾ സത്താക്ക കുച്ച് പത്താ നഹി താ ഓർ മാനോ തനിക് ദേർ കാ ആരാം ഭി ഉസേ നഹി ചാഹിയെ താ. തനിക് എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ല, ചെറിയതായിട്ടൊന്ന് ചെറിയ സമയം പോലും അതിന് റെസ്റ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലായിരുന്നു. ആരാം ഭി ഉസേ നഹി ചാഹിയെ താ, ആ പക്ഷിക്ക് വേണ്ടായിരുന്നു. കഭി പർ ഹിലാത്തി തീ കഭി ഫുദക്തി തീ, ചില സമയത്ത് ഇങ്ങനെ ചിറകുകൾ പിടിപിടിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു, അതേ സമയത്ത് അവിടെ നിന്ന് ചാടി ഇങ്ങനെ ചെടികളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഖൂബ് ഖുഷ് മാലൂം ഹോത്തി തീ, വളരെയധികം സന്തുഷ്ടയാണ് എന്ന് മനസ്സിലാക്കാമായിരുന്നു. അപ്പം നന്നി സി ചോഞ്ച് സെ പ്യാരി പ്യാരി ആവാസ് നിക്കാൽ രഹി തീ, തൻ്റെ ചെറിയ ചുണ്ടുകൾ കൊണ്ട് നല്ല ഭംഗിയുള്ള എന്താണ് സൗണ്ട് അല്ലേ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആവാസ് നിക്കാൽ രഹി തീ. माधवदास को वह चिड़िया बड़ी मनमानी लगी, उसकी स्वच्छंदता बड़ी प्यारी जान पड़ती थी. അപ്പോൾ മാധവദാസിന് ആ പക്ഷിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. മന്മാനി ലഗി, തൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന പക്ഷിയാണെന്ന് തോന്നി. ഉസ്കി സ്വച്ഛന്ദത ബടി പ്യാരി ജാൻ പടുത്തി തീ, അത് എൻജോയ് ചെയ്യുന്നതല്ലേ, അതിൻ്റെ ആ ഭംഗിയും ആ എൻജോയ് ചെയ്യുന്നതും കണ്ടിട്ട് മാധവദാസിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുച്ച് ദേർ തക് ഉസ് ചിടിയ കാ ഇസ് ഡാൽ സെ ഉസ് ഡാൽ തിരക്ന ദേഖ്തേ രഹേ. കുറേ സമയത്തേക്ക് ആ പക്ഷി ഇങ്ങനെ ഒരു ഇതിൽ നിന്നും ഒരു കമ്പിൽ നിന്നും മറ്റേ എന്താണ് ഇതിൻ്റെ കമ്പിലോട്ട് ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് പോലെ അല്ല, ആ രീതിയിൽ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഈ സമയം വ അപ്ന ബഹോത് കുച്ച് ഭൂൽ ഗയേ, ആ സമയത്ത് മാധവദാസ് കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി, അതിനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉन्होंने उस चिड़िया से कहा, ആ പക്ഷിയോട് മാധവദാസ് പറഞ്ഞു, आओ तो बड़ी अच्छी आई, यह बगीचा तुम लोगों के बिना सूना लगता है. सुनो चिड़िया, तुम खुशी से यह समझो कि यह बगीचा मैंने तुम्हारे लिए बनवाया है, तुम बेखटके यहाँ आया करो. അപ്പോൾ പറഞ്ഞു വാ എന്ന് പറഞ്ഞു, ഈ പൂന്തോട്ടം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാൻ. പിന്നെ സുനോ ചിടിയ കേക്കോ, നീ എത്ര വേണമെങ്കിൽ, അതായത് തും ഖുഷി സെ യ സംജോ കി യ ബഗീച്ച മെനെ തുമാരെ ലിയേ ബൻവായ ഹൈ, വളരെയധികം സന്തോഷത്തോടെ ഇവിടെ നിന്നോ, അതായത് ഈ പൂന്തോട്ടം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന രീതിയിൽ ഇവിടെ തന്നെ നിന്നോളൂ. തും
ബേഖട്കെ യഹാ ആയാ കറോ, ഒരു മടിയുമില്ലാതെ അല്ലേ, ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു മടിയും വേണ്ട, ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാം എന്ന രീതിയിൽ പറഞ്ഞു. चिड़िया पहले तो असावधान रही, फिर जानकर कि बात उससे की जा रही है वो एकाएक तो घबराई. ആദ്യം ഒന്നും എന്താ ശ്രദ്ധിച്ചില്ല, എന്താണ് പറയുന്നതെന്നൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അസാവധാൻ രഹി, പിന്നെ അറിഞ്ഞപ്പോൾ തന്നോടാണ് പറയുന്നത് ആ വ്യക്തി എന്നും അറിഞ്ഞപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി. ഘബറായി, ഏകായേക് പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചു. ഫിർ സങ്കോച് കോ ജീത് കർ ബോലി, സങ്കോച്ച് ആ മടി അല്ലെ, മടിയൊക്കെ മാറ്റി, संकोच को जीत कर मड़ियों माटिയിട്ട് मुझे मालूम नहीं था कि यह बगीचा आपका है, मैं अभी चली जाती हूँ, पल भर सांस लेने मैं यहाँ टिक गई थी. അപ്പോൾ എന്ന് പക്ഷി പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു ഇത് നിങ്ങളുടെ പൂന്തോട്ടമാണെന്ന്, ഞാനിപ്പോൾ പോയിക്കോളാം, കുറച്ച് സമയത്തേക്ക് ഒന്ന് ശ്വാസമെടുക്കാനായിട്ട് ഞാനിവിടെ ഒന്ന് നിന്നു പോയതാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിന്നതാണ് എന്ന് പറഞ്ഞു. माधवदास ने कहा, हाँ बगीचा तो मेरा है, यह संगमरमर की कोठी भी मेरी है, लेकिन इस सब को तुम अपना भी समझ सकती हो, सब कुछ तुम्हारा है, तुम कैसी भोली हो, कैसी प्यारी हो, जाओ नहीं बैठो, मेरा मन तुमसे बहुत खुश होता है എന്ന് മാധവദാസ് പറഞ്ഞു. അതായത് ഈ ബഗീച്ച എൻ്റെ തന്നെയാണ്, ഈ പൂന്തോട്ടം എൻ്റെ തന്നെയാണ്, മാത്രമല്ല ഈ എന്താണ് മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഈ ബംഗ്ലാവും എൻ്റേതാണ്, പക്ഷേ ഇത് നിൻ്റെയും ആണ് എന്ന് നീ വിശ്വസിച്ചോളൂ, അതായത് അപ്നാഭി സമജ് സക്തി ഹോ, ഇത് നിൻ്റേതാണ് എന്ന രീതിയിൽ ഇവിടെ നിന്നോളൂ. സബ് കുച്ച് തുമാരാ ഹേ, ഇതെല്ലാം നിൻ്റെ തന്നെയാണ്. തും കാസി ഭോലി, നീ എത്ര പാവമാണ്, എത്ര എന്താണ് എത്ര ക്യൂട്ടാണ് അല്ലേ. ജാവോ നഹി ബാഠോ, ഇവിടെ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കുക. മീരാ മൻ തുംസെ ബഹുത് ഖുഷ് ഹോത്താ, ഇത് നിന്നെ കാണുമ്പോൾ എനിക്ക് വളരെയധികം എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു. ചിടിയ ബഹുത് കുച്ച് സകുച്ചാ ഗൈ, കുറേ ഒക്കെ എന്താണ് മനസ്സിലിങ്ങനെ പേടിച്ചാൽ ഒരു മടി കാണിക്കാൻ തുടങ്ങി. ഉസേ ബോധ് ഹുവാ കി ഉസ്സെ ഗൽത്തി തോ നഹി ഹുയി कि वह यहाँ बैठ गई है, എന്തോ ഞാൻ തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ നിന്നു പോയത്, ഉസ്ക എന്ന് ചിന്തിക്കാൻ തുടങ്ങി ആ പക്ഷി. ഉസ്ക തിരക്കന റുക്ക് ഗയ, ഇങ്ങനെ നല്ല എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു അല്ലേ, ചാടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആ ഒരു പോസ്റ്റിലായിരുന്നു, അതായത് നല്ല സന്തോഷത്തിലായിരുന്നു ആ പക്ഷി. ഭയഭീത് സി വ ബോലി, പേടിച്ചിട്ട് പിന്നെ പറയാൻ തുടങ്ങി. मैं थक कर यहाँ बैठ गई थी, मैं अभी चली जाऊँगी, बगीचा आपका है, मुझे माफ़ करें. ഞാൻ ക്ഷീണിച്ച് ഇവിടെ ഇരുന്നു പോയതാണ്, ഞാനിപ്പോൾ പോയിക്കോളാം, ഈ പൂന്തോട്ടം നിങ്ങളുടേതാണ്, എനിക്ക് എന്നെ മാപ്പാക്കണം എന്ന് പറഞ്ഞു. माधवदास ने कहा, मेरी भोली चिड़िया, तुम्हें देखकर मेरा चित्त प्रफुल्लित हुआ है, मेरा महल भी सूना है, वहाँ कोई भी चहचहाता नहीं है, तुम्हें देखकर मेरी रागनियों का जी बहलेगा, तुम कैसी प्यारी हो, यहाँ ही तुम क्यों न रहो. മാധവദാസ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ് ആ പക്ഷിയെ അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ തൻ്റെ എന്താണ് ജാൽ അല്ലെ, ജാൽ മേ ഫസാ രഹാ ഹെ. അപ്പോൾ മേരി ഭോലി ചിടിയ, പാവം പക്ഷിയല്ലേ നീ, നിന്നെ കാണുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ സന്തോഷം കൊണ്ട് നിറയുകയാണ്, അതായത് പ്രഫുല്ലിത് ഹുവാ ഹെ, പിന്നെ മീരാ മെഹൽ ബി സൂനാ ഹെ, എൻ്റെ കൊട്ടാരവും എന്താണ് ആരുമില്ല അവിടെ പക്ഷി അല്ലേ. അപ്പോൾ വഹാ കോയി ബി ചഹചഹാത്ത നഹി, അപ്പോൾ ഒരു പക്ഷിയുടെയും ശബ്ദമില്ല അവിടെ. തുമേ ദേക്കർ മേരി രാഗിണിയോ കാ ജി ബഹലേഗ, നിന്നെ കാണുമ്പോൾ എല്ലാവരും അവിടെ സന്തോഷിക്കും, എൻ്റെ മനസ്സിങ്ങനെ സന്തോഷിക്കും നീ അവിടെ നിൽക്കുകയാണെങ്കിൽ. തും കാസി പ്യാരി ഹോ യഹാ ഹി തും ക്യൂ ന രഹോ, എത്ര ക്യൂട്ടാണ്, നീ എനിക്കിവിടെ തന്നെ നിന്നൂടെ, എത്ര ഭംഗി, എത്ര स्नेहमयी. चिड़िया बोली, मैं माँ के पास जा रही हूँ सूरज की धूप खाने और हवा से खेलने और फूलों से बात करने, मैं ज़रा घर से उड़ाई थी, अब सांझ हो गई है और माँ के पास जा रही हूँ, अभी अभी मैं चली जा रही हूँ, आप सोच न करें. അപ്പോൾ പറഞ്ഞു, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് തിരിച്ച്, കാരണം ഞാൻ എന്തിനായിട്ടാണ് ഇറങ്ങിയത്, സൂരജ് കി ധൂപ് ഖാനെ और हवा से खेलने, ഫൂലോं से बात करने, मैं ज़रा घर से उड़ाई थी. അപ്പോൾ ഈ ചെറിയ സൂര്യൻ്റെ എന്താണ് ചൂടും പിന്നെ സൂര്യൻ്റെ ആ വെയിലും പിന്നെ ആ കാറ്റിലോട്ട് കളിക്കാനും, അതായത് ഇങ്ങനെ പറന്നുയരാൻ അല്ലേ, പിന്നെ ഫൂലോ സെ ബാത് കർണെ, പൂക്കളോട് സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നും പറന്നു വന്നത്.
अब सांझ हो गई है, വൈകുന്നേരമായി, ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഞാൻ പോയിക്കോളാം, ഒന്നും ടെൻഷൻ എടുക്കണ്ട എന്ന രീതിയിൽ പക്ഷി പറഞ്ഞു. माधवदास ने कहा, प्यारी चिड़िया पगली मत बनो, देखो तुम्हारे चारों तरफ कैसी बहार है, देखो वो पानी खेल रहा है, उधर गुलाब हंस रहा है, भीतर महल में चलो, जाने क्या क्या न पाओगी, मेरा दिल वीरान है, वहाँ कब हंसी सुनने को मिलती है, मेरे पास बहुत सा सोना मोती है, सोने का एक बहुत सुंदर घर मैं तुम्हें बना दूंगा, मोतियों की झालर उसमें लटकेगी, तुम मुझे खुश रखना, और मैं तुम्हें क्या चाहिए और तुम्हें क्या चाहिए, माँ के पास बताओ क्या है, तुम यहाँ ही सुख से रहो, मेरी भोली गुड़िया. അങ്ങനെ പറഞ്ഞിങ്ങനെ മയക്കുകയാണ് മാധവദാസ് അല്ലേ പക്ഷിയെ. പ്യാരി ചിടിയ പഗ്ലി മത്, മണ്ടത്തരം ചെയ്യല്ലേ, പഗ്ലി മത് ബനോ, ദേഖോ തുമാരെ ചാരോ തറഫ്, നാല് ചുറ്റും നോക്കിയേ ഒന്ന്, എത്ര നല്ല എന്താണ് വസന്തം എന്ന രീതിയിൽ അല്ലേ, പൂക്കളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഗാർഡൻ. അപ്പോൾ ദേഖോ വ പാനി ഖേൽ റാ, വെള്ളം ഇങ്ങനെ കളിക്കുന്നത് പോലെ ഇല്ലേ, അവിടെ കണ്ടോ റോസാ ചെടി കണ്ടോ, ഭീതർ മെഹൽ മെ ചലോ, അകത്തോട്ട് വന്നോളൂ, അതായത് മെഹൽ ആ കൊട്ടാരത്തിലോട്ട് അകത്തോട്ട് ചെല്ലു, ജാനെ ക്യാ ക്യാ ന പാവേ, അവിടെ എന്തൊക്കെ കാണാൻ സാധിക്കുമെന്നോ, മേരാ ദിൽ വിറാൻ ഹെ, എൻ്റെ ഹൃദയം ആരുമില്ലാതെ അല്ല, ഇങ്ങനെ ആരുമില്ലാതിരിക്കുകയാണ് ഞാൻ, അതായത് എനിക്ക് ആരുമില്ല. വഹാ കബ് ഹസി സുന്നേക്കോ മിൽത്തി ഹെ, അവിടെ സന്തോഷമില്ല എന്നാണ് പറയുന്നത് മാധവദാസ്. കബ് ഹസി സുന്നേക്കോ മിൽത്തി ഹെ, സന്തോഷം അവിടെ കാണാനേ സാധിക്കത്തില്ല. മേരെ പാസ് ബഹുത് സാ സോനാ മോത്തി ഹെ, എൻ്റെ കയ്യിൽ വളരെയധികം കുറേ സ്വർണവും മോത്തിയും ഒക്കെ ഉണ്ട്. മോത്തി എന്ന് പറഞ്ഞാൽ മുത്തും ഒക്കെ ഉണ്ട്. സോനെ കാ എക് ബഹുത് സുന്ദർ ഘർ मैं तुम्हें बना दूंगा, നല്ല ഭംഗിയുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു വീട് തന്നെ ഞാൻ നിനക്ക് പണിതു തരാം. മോത്തിയോ കി ഝാലർ ഉസ്മേ ലട്കേഗി, മുത്തുകൾ കൊണ്ടുള്ള മാലകൾ അതിൽ ഞങ്ങൾക്ക് തൂക്കിയിടാം. തും മുझे खुश रखना, നീ എന്നെ സന്തോഷിപ്പിച്ച് നിർത്തുക. തുമേ ക്യാ ചാഹിയെ, വേറെ എന്താ നിനക്ക് വേണ്ടത്, അമ്മയുടെ അടുത്ത് ഇതൊക്കെ ഉണ്ടാവുമോ. തും യഹാ ഹി സുഖ് സെ രഹോ, ഇവിടെ തന്നെ സന്തോഷത്തോടെ താമസിക്കാനായിട്ട് മാധവദാസ് പറയുകയാണ് ആ പക്ഷിയോട്. चिड़िया इन बातों से बहुत डर गई, ഇതൊക്കെ കേട്ടപ്പോൾ പക്ഷി പേടിച്ചു ഭയന്നുപോയി. वो बोली, मैं भटक कर तनिक आराम करने के लिए इस डाली पर रुक गई थी, अब भूल कर भी ऐसी गलती नहीं होगी. ഞാൻ എങ്ങനെയോ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ എത്തിയതാണ്, ഒന്ന് വിശ്രമിക്കാനായിട്ട്. തനിക്ക് ആറാം, അതായത് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ ഒന്ന് കമ്പിൽ ഇങ്ങനെ ഇരുന്നതാണ്. अब भूल कर भी ऐसी गलती नहीं होगी, ഇനി മറന്നിട്ട് പോലും ഞാൻ ഇങ്ങനത്തെ തെറ്റ് ചെയ്യത്തില്ല. मैं अभी यहाँ से उड़ी जा रही हूँ, तुम्हारी बातें मेरी समझ में नहीं आती है. ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് പോവുകയാണ്, എനിക്ക് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. मेरी माँ के घोंसले के बाहर बहुत तेरी सुनहरी धूप बिखरे रहती है, അതായത് അമ്മയുടെ ആ മറ്റേ നെസ്റ്റിൻ്റെ, അതായത് കൂടിൻ്റെ പുറത്താണെങ്കിലും അവിടെ നല്ല വെയിലടിക്കും, അതായത് സുവർണ്ണ നിറത്തിലുള്ള ചെറിയ വെയിലടിക്കും, അവിടെ നല്ല ഇതാണ്, സുഖമാണ് അവിടെ. ബാഹർ ബഹുതേരി സുനഹരി, അതായത് നല്ല പ്ലെൻറ്റി ആയിട്ടുള്ള വെയിലടിക്കുന്നുണ്ട്. പിന്നെ ദോ ദാനെ മാ ലാ ദേത്തി ഹെ, और जब मैं पर खोलने बाहर जाती हूँ तो माँ मेरी बाट देखती रहती है, അതായത് അമ്മ കഴിക്കാനുള്ള ദാന അത് കൊണ്ടുവന്ന് തരും. അതുമാത്രമല്ല, ഞാൻ പുറത്ത് ഇങ്ങനെ ചിറക് ഒന്ന് വിരിക്കാനായിട്ട് വേണ്ടി മാത്രം ഞാൻ പുറത്തിറങ്ങുമ്പോൾ അമ്മ ഞാൻ തിരിച്ച് വരുന്നത് വരെ എന്നെ കാത്തിരിക്കും. ബാട്ട് ദേഖ്തി രഹത്തി, എന്നെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. മുझे तुम और कुछ मत समझो, मैं अपनी माँ की हूँ, വേറെ ഒന്നും എന്നെപ്പറ്റി ആലോചിക്കേണ്ട, ഞാൻ എൻ്റെ അമ്മയുടേതാണ് എന്ന് ആ പക്ഷി പറയുന്നു. माधवदास ने कहा, भोली चिड़िया तुम कहाँ रहती हो, तुम मुझे नहीं जानती हो, നീ എവിടെയാ താമസിക്കുന്നത്, എനിക്കറിയത്തില്ല എന്നെ പറ്റി. चिड़िया, मैं माँ को जानती हूँ, भाई को जानती हूँ, सूरज को और उसकी धूप को जानती हूँ, घास पानी और फूलों को जानती हूँ, महामान्य तुम कौन हो, मैं तुम्हें नहीं जानती. പക്ഷി പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ അറിയാം, എൻ്റെ ചേട്ടനെ അറിയാം,
सूरज को और उसकी धूप को जानती हूँ. സൂര്യനെയും സൂര്യൻ്റെ ആ എന്താണ് വെയിലിനെ പറ്റിയും എനിക്കറിയാം. ഘാസ് പാനി ഫൂലോं को जानती हूँ. ആ പുല്ലും വെള്ളവും പിന്നെ പൂക്കളെ പറ്റിയും എനിക്കറിയാം. മഹാമാന്യ തും കോൻ ഹോ मैं तुम्हें नहीं जानती. മഹാമാന്യ നിങ്ങൾ ആരാണ്, നിങ്ങളെ ഞാൻ അറിയത്തില്ല. മാധവദാസ് तुम भोली हो चिड़िया, तुमने मुझे नहीं जाना, तब तुमने कुछ नहीं जाना. मैं ही तो हूँ सेठ माधव दास, मेरे पास क्या नहीं है, जो मांगो मैं वही दे सकता हूँ. അപ്പോൾ പറയും, നിനക്കൊന്നും അറിയില്ലല്ലോ പക്ഷി, തുമ്നെ മുझे नहीं जाना, നീ എന്നെ ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞില്ലേ. തുമ്നെ കുച്ച് नहीं जाना, അത് അറിയില്ലെങ്കിൽ നിനക്കൊന്നും അറിയില്ല എന്നർത്ഥം. मैं ही तो हूँ, ഞാൻ തന്നെയാണ് സേഠ് മാധവ് ദാസ്, എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് അല്ലേ. ക്യാ നഹി ഹെ, എന്താ ഇല്ലാത്തത്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എൻ്റെ കയ്യിൽ അതുണ്ടാവും. मैं वही दे सकता हूँ, അതെനിക്ക് തരാൻ സാധിക്കും. ചിടിയ पर मेरी तो छोटी सी जात है, आपके पास सब कुछ है, तब मुझे जाने दीजिए. ഞാൻ ചെറിയൊരു ജീവിയല്ലേ അല്ലേ, അപ്പോൾ എന്നെ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് പോവാൻ അനുവദിച്ചാലും. മാധവദാസ് चिड़िया तू मेरी अनजान है, मुझे खुश करेगी तो तुझे मालामाल कर सकता हूँ. അപ്പോൾ ചിടിയ നീ നിരി അഞ്ചാൻ, നിനക്കൊന്നും അറിയത്തില്ല അല്ലേ, ഒന്നും അറിവില്ല, നീ എല്ലാത്തിൽ നിന്നും അജ്ഞാതയാണ്, അതായത് ഒന്നും അറിയത്തില്ല നിനക്ക്. മുझे ഖുഷ് കരേഗി तो तुझे മാലാമാൽ कर सकता हूँ. എന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ എന്താണ് ഭക്ഷണവും പിന്നെ എന്താണ് സമ്പന്നയാക്കും അല്ലേ. മാലാമാൽ കരുതുക എന്ന് പറഞ്ഞാൽ സമ്പന്നയാക്കും. ചിടിയ तुम सेठ हो, मैं नहीं जानती सेठ क्या होता है, पर सेठ कोई बड़ी बात होती होगी. मैं अनसमझ ठहरी. माँ मुझे बहुत प्यार करती है, वह मेरी राह देखती होगी. मैं मालामाल होकर क्या होऊंगी, मैं नहीं जानती. मालामाल किसे कहते हैं, क्या मुझे वह तुम्हारा मालामाल होना चाहिए. പറഞ്ഞു, നിങ്ങൾ സേട്ടാണ്, പക്ഷെ നിങ്ങൾ ആരാണ് സേട്ട് എന്താണെന്നും എനിക്കറിയത്തില്ല. पर सेठ कोई बड़ी बात होती होगी, വലിയ എന്തെങ്കിലും കാര്യമായിരിക്കാം സേട്ട് എന്ന് പറഞ്ഞാൽ. मैं अनसमझ हूँ, എനിക്കതിനെപ്പറ്റി അറിവില്ല. മാ മുझे बहुत प्यार करती है, അമ്മ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കാത്തു എന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. मैं मालामाल होकर क्या करूँगी, എനിക്ക് പണസമ്പന്നയായിട്ട് എനിക്ക് എന്ത് വേണം. मैं नहीं जानती, എനിക്കൊന്നും അറിയത്തില്ല. മാലാമാൽ കിസെ कहते हैं, മാലാമാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. क्या मुझे वो तुम्हारा मालामाल होना चाहिए. അപ്പോൾ എനിക്ക് നിങ്ങൾ പറയുന്ന ആ സമ്പന്ന ആകണം എന്നുണ്ടോ. സേട്ട് अरे चिड़िया तुझे बुद्धि नहीं है, तू सोना नहीं जानती. सोना उसी की जगत को तृष्णा है, वह सोना मेरे पास ढेर का ढेर है. तेरा घर समूचा सोने का होगा, ऐसा पिंजरा बनाऊंगा कि कहीं दुनिया में न होगा, ऐसा कि तू देखते रह जाए. तू उसके भीतर थिरक फुदक कर मुझे खुश करियो, तेरा भाग्य खुल जाएगा. तेरे पानी पीने की कटोरी भी सोने की होगी. ഇങ്ങനെ എന്താണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആ പക്ഷിയെ ആശിപ്പിക്കുകയാണ് അല്ലേ, അവിടെ തന്നെ നിൽക്കാനായിട്ട് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. സേട്ട് അരി ചിടിയ തുझे ബുദ്ധി നഹി ഹെ, ബുദ്ധിയില്ലേ. തു സോന നഹി ജാൻതി, സ്വർണം എന്താണെന്നൊന്നും അറിയത്തില്ലേ. അതിനെപ്പറ്റിയാണ് ഈ ലോകത്തിന് തന്നെ എന്താണ് പ്യാസ്, തൃഷ്ണ എന്ന് പറഞ്ഞാൽ പ്യാസ്, ആഗ്രഹം അല്ലേ. ഈ ലോകം തന്നെ അതിനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ സോന മേരെ പാസ് ഢേർ ക ഢേർ ഹെ, ആ സ്വർണം തന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുന്നുകൂടിയിട്ടുണ്ട്. തെരാ ഘർ സമൂച്ച സോനെ കാ ഹോഗ, ഞാൻ നിനക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ആ വീട് സ്വർണം കൊണ്ട് തന്നെ ഉണ്ടാക്കിയതായിരിക്കും. ऐसा പിഞ്ചട ബനാऊंगा कि कहीं दुनिया में न होगा. അങ്ങനത്തെ ഒരു പിഞ്ചട, അതായത് അങ്ങനത്തെ ഒരു കൂടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക, മറ്റുള്ളവർ നോക്കി നിന്നു പോവും. ऐसा कि तू देखती रह जाएगी, നീയും നോക്കി നിന്നു പോവും. तू उसके भीतर थिरक फुदक कर मुझे खुश करियो, അതിൻ്റെ ഉള്ളിൽ തന്നെ നീ താമസിച്ച് അതിൽ തന്നെ നീ ഇങ്ങനെ തുള്ളിച്ചാടിയും ഡാൻസ് കളിച്ചും എന്നെ ആസ്വദിപ്പിച്ചാൽ മതി. तेरा भाग्य खुल जाएगा, നിൻ്റെ ഭാഗ്യം തുറക്കപ്പെടും. तेरे पानी पीने की कटोरी भी सोने की होगी, ഈവൻ വെള്ളം കുടിക്കുന്ന ആ പാത്രം വരെ, ആ കട്ടോരി വരെ അല്ല ആ കിണ്ണം വരെ സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരിക്കും. ചിടിയ वो सोना क्या चीज़ होती है, ആ സ്വർണം എന്ന് പറഞ്ഞാൽ എന്താണ്. सेठ तू क्या जानेगी, तू चिड़िया जो है, നിനക്ക് എന്തറിയാൻ പറ്റും, നീ ഒരു പക്ഷിയല്ലേ. सोने का मूल्य सीखने के लिए तुझे बहुत सीखना है, സ്വർണത്തിൻ്റെ വില അറിയണമെങ്കിൽ നിനക്ക് കുറേ പഠിക്കേണ്ടതായിട്ടുണ്ട്. ബസ്
यह जान ले कि सेठ माधव दास तुझसे बात कर रहा है, जिससे मैं बात तक कर लेता हूँ उसकी കിസ്മത്ത് खुल जाती है. അതെന്നെ വലിയ കാര്യം. മാധവദാസ് നിന്നോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ ഭാഗ്യം എപ്പോൾ തുറന്നു എന്ന് പറഞ്ഞാൽ മതി. അതായത് ഭാഗ്യം ചെയ്ത ആളാണ് എന്നോട് സംസാരിക്കുക. തു അഭി ജഗ് കാ ഹാൽ നഹി ജാൻതി. ഇപ്പം നിനക്ക് ലോകത്തിൻ്റെ സ്ഥിതി അറിയത്തില്ല, ലോകവിവരം ഇല്ല. मेरी कोठियों पर कोठियाम है, ബഗീച്ചോं पर ബഗീച്ചേ ഹേ. എൻ്റെ പക്കൽ വളരെ കൂടുതൽ അല്ലെ ഒരു എന്താണ് ഒരു ബംഗ്ലാവിൽ നിന്ന് വേറൊരു ബംഗ്ലാവ്, അതായത് വളരെ കുറേ ബംഗ്ലാവുണ്ട്, കുറേ എന്താണ് ഗാർഡൻസ് ഉണ്ട്. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശിപ്പിക്കുകയാണ് ആ പക്ഷിയെ. ദാസ് ദാസിയോं की संख्या नहीं है. അപ്പോൾ വേലക്കാരുടെ ഒന്നും എണ്ണം പറയണ്ട, അത്രയ്ക്കുണ്ട്. पर तुझसे मेरा चित्त प्रसन्न हुआ. പക്ഷെ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ऐसा वरदान कब किसी को मिलता है. വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ വരദാനം ലഭിക്കാറുണ്ടോ? री चिड़िया तो इस बात को समझती क्यों नहीं. നിനക്കെന്താ മനസ്സിലാവാത്തെ? चिड़िया सेठ मैं नादान हूँ, मैं कुछ समझती नहीं, पर मुझे देर हो रही है, माँ मेरी बाट देखती होगी എന്ന് പക്ഷി പറഞ്ഞു. സേഠ് പക്ഷേ എനിക്കൊന്നും അറിവില്ല, എനിക്കൊന്നും അറിയത്തില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് പക്ഷേ വൈകുന്നുണ്ട്. അതായത് അമ്മയുടെ അടുത്ത് എനിക്ക് എത്തണം, അമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. സേഠ് ठहर ठहर इस अपने पास के फूल को तूने देखा. നിൻ്റെ അടുത്തുള്ള ആ പൂവിനെ ഒന്ന് കണ്ടോ നീ? ഒന്ന് നിൽക്കവിടെ. യഹ് ഏക് ഹൈ. ഇതൊന്ന് ഒരു പൂവല്ലേ ഉള്ളൂ. ऐसा अनगिनत फूल है. ഇതുപോലത്തെ കുറേ പൂക്കളുണ്ട്, ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് പൂക്കൾ. ऐसे अनगिनती फूल मेरे बगीचों में हैं. അങ്ങനെ എണ്ണാൻ പറ്റാത്തത്രയും പൂക്കളുണ്ട് എൻ്റെ ഈ ഗാർഡനിൽ. वे भांति भांति के रंग के हैं, तरह तरह की उनकी खुशबू हैं. വളരെയധികം വെറൈറ്റിയിലാണ് കളേഴ്സ് ഉള്ളത് അല്ലേ. മാത്രമല്ല വളരെയധികം വ്യത്യസ്തമായ മണവുമുണ്ട് എല്ലാ എന്താണ് പൂക്കൾക്കും. പിന്നെ ചിടിയ തേനെ മേരാ ചിത്ത് പ്രസന്ന കിയാ ഹെ. തേനെ എന്ന് പറഞ്ഞാൽ തൂനെ, മേരാ ചിത്ത് എൻ്റെ മനസ്സ് എന്താണ് സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. और वे सब फूल तेरे लिए खिला करेंगे. നിനക്ക് വേണ്ടി ആ പൂക്കൾ വിരിക്കപ്പെടും. वहाँ घोंसले में तेरी माँ है, पर माँ क्या है. इस बहार के सामने तेरी माँ क्या है. അപ്പോൾ അവിടെ കൂട്ടിലാണെങ്കിൽ നിൻ്റെ അമ്മയുണ്ട്, പക്ഷെ അമ്മ അവിടെ ഉണ്ടെന്ന് എന്താ കാര്യം? അവിടെ പൂക്കളുണ്ടോ? അതായത് ഇസ് ബഹാർ കെ സാമനെ തെരി മാ ക്യാ ഹെ. ഈ പൂക്കളുടെ ഈ എന്താണ് വസന്തത്തിന് മുമ്പിൽ നിൻ്റെ അമ്മ എന്താണ്? വഹാ തെരേ ഘോസ്ലെ മേ കുച്ച് ബി തോ നഹി ഹെ. നിൻ്റെ ആ കൂട്ടിൽ ആ എന്താണ് നെസ്റ്റിൽ ഒന്നും ഇല്ലല്ലോ. തു അപ്നെ കോ നഹി ദേഖ്തി. നീ ഒന്നും നിന്നെ തന്നെ ശ്രദ്ധിച്ചൂടെ? കേസി സുന്ദർ തെരി ഗർദൻ. നീ എത്ര ഭംഗിയുള്ളവളാണ്, നല്ല കഴുത്ത് എത്ര സുന്ദരമാണ്. കേസി രംഗീൻ ദേ, നല്ല കളർഫുള്ളായിട്ടുള്ള ശരീരം. തു അപ്നെ മൂല്യക്കോ ക്യൂ നഹി ദേഖ്തി. നിൻ്റെ വില നിനക്ക് എന്താ മനസ്സിലാവാത്തെ? മേ തുझे सोने से मढ़कर तेरे मूल्य को चमका दूंगा. നിന്നെ സ്വർണം കൊണ്ട് ഞാൻ മൂടി നിൻ്റെ ആ വില മനസ്സിലാക്കി. മൂല്യക്കോ ചമക്കാ ദൂങ്ക. നിൻ്റെ ആ വില എന്താണ് അതിനെ ഇനിയും തിളക്കം ആർജിക്കുന്നത് പോലെ ചെയ്യും. തേനെ മേരെ ചിത്ത് കോ പ്രസന്ന കിയാ ഹെ, തും മത് ജാ യഹീ റഹ്. തേനെ എന്ന് പറഞ്ഞാൽ തൂനെ, മേരെ ചിത്ത് കോ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. നീ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞു. ചിടിയ सेठ मैं अपने को नहीं जानती, इतना जानती हूँ कि माँ मेरी माँ है और मुझे यहाँ देर हो रही है. सेठ मुझे रात मत करो, रात में अंधेरा बहुत हो जाता है और मैं राह भूल जाऊँगी. അപ്പോൾ സേठ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. अपने को नहीं जानती. मैं अपने को नहीं जानती, इतना जानती हूँ कि माँ मेरी माँ है. അമ്മ ആണെന്ന് എനിക്കറിയാം അല്ലേ, അമ്മ എന്താണെന്ന് എനിക്കറിയാം. മുझे यहाँ देर हो रही है. എനിക്കിവിടെ വൈകുന്നുണ്ട്, എനിക്ക് രാത്രി ആവുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചേരണം അല്ലേ, അല്ലെങ്കിൽ ഞാൻ വഴി മറന്നു പോകും. റാ ഭൂൽ ജാऊंगी. सेठ ने कहा अच्छा चिड़िया जाती हो तो जाओ, पर इस बगीचे को अपना ही समझो, तुम बड़ी सुंदर हो. ആ പോവുകയാണെങ്കിൽ പൊയ്ക്കോളൂ, പക്ഷേ ഈ എന്താണ് പൂന്തോട്ടം നിനക്കുള്ളത് തന്നെയാണ്, നിൻ്റേത് തന്നെയാണെന്ന് തന്നെ കരുതിക്കോളൂ. തുമ്പടി സുന്ദർ ഹോ. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നീ വളരെ ഭംഗിയുള്ളവളാണ്. ये कहने के साथ ही सेठ ने एक बटन दबा दिया. ആ സമയത്ത് തന്നെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ മയക്കുന്ന ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ആ സമയത്ത് സേട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്തു.
उसके दबने से दूर कोठी के अंदर आवाज़ हुई, जिसे सुनकर एक दास झटपट भाग कर बाहर आया। यह सब क्षण भर में हो गया और चिड़िया कुछ भी नहीं समझी. ആ സമയത്ത് ആ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ആ കോട്ടി ആ ബംഗ്ലാവിൻ്റെ അകത്ത് നിന്നും ഒരാളിങ്ങനെ ഓടി വരികയും ചെയ്തു. എന്നിട്ട് വേഗം തന്നെ झटपट ഭാക്കർ ബഹാരായ ക്ഷൺഭർമേ, ക്ഷൺഭർ എന്ന് പറഞ്ഞാൽ ക്ഷൺഭർമേ, ഒരു നിമിഷം കൊണ്ട് തന്നെ എന്താണ് ആ പക്ഷിക്കൊന്നും മനസ്സിലാവുകയും ചെയ്തില്ല. सेठ कहते रहे, तुम अभी माँ के पास जाओ, माँ बाट देखती होगी, पर कल आओगी ना, कल आना, परसों आना, रोज़ आना. അങ്ങനെ സംസാരിച്ച് പക്ഷിയുടെ ഇങ്ങനെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരുന്നു സേട്ട്. അതേ സമയത്ത് അവിടെ ബട്ടൺ പ്രസ് ചെയ്ത് ആ ജോലിക്കാരൻ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ये कहते दास को सेठ ने इशारा कर दिया और वह चिड़िया को पकड़ने के जतन में चला. അപ്പോൾ അങ്ങനെ പറഞ്ഞിങ്ങനെ സിഗ്നൽ കാണിച്ചു ആ പക്ഷിയെ പിടിക്കാനായിട്ടല്ലേ ജോലിക്കാരനോട്. ചിടിയാക്കോ പക്കഡ്നേക്കാ ജത്തൻ മേ ചല. പിന്നെ അയാൾ പക്ഷിയെ പിടിക്കാനായിട്ട് അതിൽ ഏർപ്പെട്ടു. सेठ कहते रहे, सच तुम बड़ी सुंदर लगती हो, तुम्हारी भाई बहन हैं, कितने भाई बहन हैं. ആ സമയത്തും ഇങ്ങനെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സേട്ട് ആ പക്ഷിയുടെ. എത്ര നിനക്ക് ചേട്ടനോ അനിയനോ ഒക്കെ അനിയത്തിയോ ഒക്കെ ഉണ്ടോ, എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ശ്രദ്ധ മാറ്റി. ചിടിയ ദോ ബഹൻ ഏക് ഭായ് പർ മുझे ദേർ ഹോ രഹി ഹൈ. അപ്പോഴും ആ പക്ഷിയുടെ മനസ്സിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്നാണ് അല്ലെ. വൈകുന്നേരം ആയി, രാത്രി ആവുന്നതിന് മുമ്പ് വീട്ടിലെത്തിച്ചേരണം, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും, അതൊക്കെയാണ് ആ പക്ഷിയുടെ മനസ്സിൽ. എന്നിട്ടും ആ പക്ഷി പറഞ്ഞു, എനിക്ക് 2 അനിയത്തിമാരും പിന്നെ ഒരു ചേട്ടനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്നു. ഹാ ജാന അഭി തോ ഉജാല ഹൈ ഉജേല ഹൈ, ദോ ബഹൻ ഏക് ഭായി ഹൈ, ബഡി അച്ഛി ബാത് ഹൈ. ഹാ നീ പൊയ്ക്കോ, പക്ഷേ ഇപ്പം നല്ല വെളിച്ചമുണ്ടല്ലോ. ഉജേല എന്ന് പറഞ്ഞാൽ ഉജാല അല്ലേ, നല്ല വെളിച്ചമുണ്ടല്ലോ ഇവിടെ. അപ്പോൾ എന്താ പറഞ്ഞത്, ദോ ബഹൻ ഏക് ഭായി, അപ്പോൾ 2 അനുജത്തിമാരും പിന്നെ ഒരു ചേട്ടനും ഉണ്ട് അല്ലേ. ബഡി അച്ഛി ബാത്ത്, നല്ല കാര്യമാണ്. पर चिड़िया के मन के भीतर जाने क्यों चैन नहीं था. वह चौकन्नी हो चारों ओर देखती थी. उसने कहा, सेठ मुझे देर हो रही है. ആ സമയത്തും ആ പക്ഷിയുടെ മനസ്സിൽ എന്തോ ഒരു ഭയമുണ്ടായിരുന്നു. चैन नहीं था, സമാധാനമില്ലായിരുന്നു. അപ്പോൾ ചौकन्नी हो ചാറോ ഓർ ദിക്തി തി. ചौकन्नी എന്ന് പറഞ്ഞാൽ അലേർട്ടാവുക അല്ലേ. അലേർട്ടായിട്ട് ഇങ്ങനെ 4 സൈഡും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഉസ്നെ കഹാ, സേठ मुझे देर हो रही है. സേठ എനിക്ക് ലേറ്റ് ആവുന്നു, വേഗം എത്തണം വീട്ടിലല്ലേ. സേഠിനെ കഹാ, ദേർ അഭി കഹാ, അഭി ഉജേല ഹേ മേരി പ്യാരി ചിടിയ. ഇപ്പോൾ എങ്ങനെയാണ് വൈകി എന്ന് പറയുന്നത്, ഇപ്പോഴും വെളിച്ചമുണ്ടല്ലോ എന്ന് പറഞ്ഞു. തും അപ്നെ ഘർ കാ ഇത്നെ ഓർ ഹാൽ സുനാവോ, ഭയ മത് കറോ. വീട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് കേൾക്കട്ടെ അല്ലേ, അതിനെപ്പറ്റി ഒന്ന് പറ, ഭയ മത് കറോ, പേടിക്കണ്ട എന്നൊക്കെ സേട്ട് പറഞ്ഞു. ചിടിയാനെ കഹാ, सेठ मुझे डर लगता है, माँ मेरी दूर है, रात हो जाएगी तो राह नहीं सूझेगी. വീണ്ടും വീണ്ടും പക്ഷി പറയുകയായിരുന്നു, സേഠ് മുझे ഡർ ലഗ്ത, എനിക്ക് പേടിയാവുന്നു, അമ്മ വളരെ അധികം ദൂരെയാണ്, രാത്രിയാവും, അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. इतने में चिड़िया को बोध हुआ कि जैसे कठोर स्पर्श उसके देह को छू गया. ആ സമയത്താണ് ആ പക്ഷിക്ക് തോന്നിയത് എന്തോ ഒരു കഠോർ എന്താണ് സ്പർശ, അതായത് നല്ല ഹാർഡായിട്ടുള്ള ഏതോ കൈ അല്ല ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ. സ്പർശ് ഉസ്കെ ദേഹ് കോ ഛൂ ഗയ, ആരോ ശരീരത്തിനെ ഇങ്ങനെ പിടിച്ചതുപോലെ, ഹാർഡ് അല്ലേ. പിന്നെ കോ ഛൂ ഗയ, ചീഖ് ദേക്കർ ചിച്ചിയായി ഓർ ഏകദം മുടി, ആരോ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയിട്ട് ആ പക്ഷി ഇങ്ങനെ ഒച്ചത്തിലിങ്ങനെ ഇങ്ങനെ ചീഖ് ദേക്കർ ചിച്ചിയായി, പക്ഷികളിങ്ങനെ ഒച്ചയെടുത്തില്ല ചിച്ചി ചിച്ചി എന്ന്, അപ്പോൾ ചിച്ചിയായി ഓർ ഏകദം മുടി, അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താണ് പറക്കാൻ തുടങ്ങി. നോക്കർക്ക് ഫെലെ ഹുവെ പഞ്ചേമേ വ ആക്കർ ബി ന ആ സക്കി. അങ്ങനെ ജോലിക്കാരൻ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും പക്ഷിയെ പിടിക്കാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. तब वह उड़ती हुई एक सांस में माँ के पास आ गई और माँ की गोद में गिरकर सुबकने लगी. അങ്ങനെ ഒറ്റ ഒരു ശ്വാസത്തിൽ, അതായത് വേഗം പറന്ന് അവിടെ എവിടെ എത്തിച്ചേർന്നു, അമ്മയുടെ അടുത്തേക്ക് കൂട്ടിൽ എത്തിച്ചേർന്നു. എന്നിട്ട് അമ്മയുടെ മടിയിൽ അല്ലേ, മാക്കി ഗോദ് മേ ഗിർക്കർ, വേഗം ഇങ്ങനെ എന്താണ് സുബക്നെ ലഗി, ഇങ്ങനെ കരയത്തില്ല ഞങ്ങൾ, സുബക്ന, അപ്പോൾ ഇങ്ങനെ സോബ് ചെയ്യുക അല്ലേ, സോബിങ്. അപ്പോൾ സുബക്നെ ലഗി, ഓ മാ എന്നിങ്ങനെ കരയാൻ തുടങ്ങി. माँ ने बच्ची को छाती से चिपटाकर पूछा,
ക്യാ ഹെ മേരി ബച്ചി ക്യാ ഹെ. അപ്പം അമ്മ എന്താ ചെയ്തത്, ഇങ്ങനെ ഛാത്തിയല്ലേ നെഞ്ചോട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തു പറ്റി കുട്ടിയെ, എന്തു പറ്റി എന്ന് ചോദിച്ചു അല്ലേ. पर बच्ची काम काम कर माँ की छाती से और चिपक गई, बोली कुछ नहीं बस सुबकती रही, ओ माँ ओ माँ. അപ്പോൾ ഇങ്ങനെ വിറയ്ക്കുകയായിരുന്നു ആ പക്ഷി അല്ലേ, പേടിച്ച് ഇങ്ങനെ പറന്നുയർന്നു വന്നതല്ലേ. അപ്പോൾ പേടിച്ചിട്ട് ഒന്നും പറയാതിരുന്നു. എന്നിട്ട് അമ്മയെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ കിടന്നു. എന്നിട്ട് ബോലി കുച്ചിനെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു അല്ലേ, സോബ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. ഓ മാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു. ബഡി ദേർ മേ ഉസേ ढांढस बंधा और तब वह पलक मींच उस छाती में ही चिपक कर सोई जैसे अब पलक न खोलेगी. അപ്പോൾ എങ്ങനെയോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ढांढस ബന്ധ, അതായത് കുറച്ച് ധൈര്യം വന്നു അല്ലേ, മനസ്സിലൊരു ധൈര്യം വന്നു. പിന്നെ അതിന് ശേഷം പലക് മീൻച്ച്, അതായത് കണ്ണിങ്ങനെ ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ അടച്ചിട്ടിങ്ങനെ അമ്മയെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അമ്മയുടെ നെഞ്ചോടിങ്ങനെ ചേർന്ന് ഇങ്ങനെ കിടന്നു. ജैसे പലക് ന കോലേഗി, അതായത് ഇനിയിപ്പോൾ കണ്ണേ തുറക്കത്തില്ല എന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അമ്മയെ ഇങ്ങനെ കിടന്നു എന്നാണ് പറയുന്നത്. ഈ കഥയിൽ ലേഖകൻ മനുഷ്യരിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളെയും അത്യാഗ്രഹത്തെയുമാണ് സേഠ് മാധവദാസിലൂടെ ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചത്. അതുപോലെ പക്ഷിയിലൂടെയാണെങ്കിലോ, പക്ഷിക്കാണെങ്കിൽ സ്വാതന്ത്ര്യമാണ് കൂടുതൽ പ്രിയം. അതുമാത്രമല്ല കുടുംബത്തോടുള്ള ആ അടുപ്പം, കുടുംബത്തോടുള്ള ആത്മാർത്ഥതയുമൊക്കെയാണ് ഈ കഥയിലൂടെ ലേഖകൻ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ സേഠ് മാധവദാസ് ആ പക്ഷിക്കുഞ്ഞിനെ എല്ലാ വിധത്തിലുള്ള സുഖസൗകര്യങ്ങളും നൽകാമെന്നൊക്കെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ആ പക്ഷിക്ക് അതൊന്നുമല്ലായിരുന്നു ഇഷ്ടം. ആ പക്ഷിക്ക് സ്വാതന്ത്ര്യത്തിനോടായിരുന്നു പ്രിയം, സ്വച്ഛന്തമായ പ്രകൃതിയിൽ പറന്നു നടക്കാനായിരുന്നു ആഗ്രഹം. സുഖവും സമാധാനവും ആ പക്ഷിക്കുഞ്ഞിന് തൻ്റെ അമ്മയുടെ പക്കൽ തന്നെയായിരുന്നു ലഭിക്കുക. അതുകൊണ്ട് ആ പക്ഷിക്ക് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാനായിരുന്നു കൂടുതൽ ആഗ്രഹം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്